ഇടുക്കിയിലേക്ക് പോവുകയാണ്. ആഷിഖ് അവിടെ നിന്ന് ചേരുന്ന ആഷിഖ്, അവിടെ വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരം വീണ് വലിയ തോതിൽ പോസ്റ്റുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ തൊടുപുഴയിൽ ഒരു ഗോഡൌണിൻ്റെ മേൽക്കൂര പറന്നുപോയി എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നു. മറ്റേതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വൈകുന്നേരം അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. നല്ല കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഇതിൽ തുടർന്നാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വണ്ടിപ്പെരിയാറിലാണ് ഇത് പ്രധാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മരം മറിഞ്ഞു വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പിന്നീട് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കുറെ കൂടി വൈകുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അതേസമയം തൊടുപുഴയിലും ശക്തമായ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോഡൌണിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. അത് ചുങ്കം സെന്റ് മേരീസ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌൺ ആയിരുന്നു. അവിടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇലക്ട്രിക്കൽ സാനിറ്ററി ഉപകരണങ്ങളായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ മഴ, വലിയ ശക്തമായ മഴ മേൽക്കൂര പറന്നുപോയിട്ടും തുറന്നതിനെ തുടർന്ന് ഈ സാധനങ്ങളിലെല്ലാം നനഞ്ഞ് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചുപോയി എന്നാണ് അതിന്റെ ഉടമസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മറ്റിടങ്ങളിലും മണക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കാറ്റത്ത് മരമൊടിഞ്ഞു വീണ് വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പൂർണ്ണമായും തന്നെയും ഈ സമയമാകുമ്പോഴേക്കും മറിഞ്ഞു വീണ മരങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് ഇതേവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ പുലർച്ചെയോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് KSEB വിശദീകരിക്കുന്നത്. ശരി, ആശ്വാസം എന്നോണം എത്തിയ വേനൽ മഴ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കനത്ത മഴ കേരളത്തിന്റെ പലയിടത്തും ഇപ്പോഴും തുടരുകയാണ്.